ഭരതൻ്റെ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരുടെയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കയ്യിലിരിക്കുന്ന ഫോൺ ശബ്ദിച്ചിട്ട് ഒത്തിരി കാലം എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് വിളിച്ചിട്ട് എത്രയോ കാലമായി. മമ്മൂട്ടിയപ്പേരുടെ ഒരാൾ പലപ്പോഴും വേറെ ആളുകൾ വന്ന് കഥ പറയും. അങ്ങനെ വരുന്നത് പോലും അടൂർ സാറിന് ഇഷ്ടമല്ല. അല്ല, നമുക്ക് ഈ തലമുറ മാറ്റമുണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് അംഗീകരിക്കാതെ പറ്റിയല്ല. എല്ലാത്തിലും ഉണ്ടത്, എല്ലാ കലയിലും ഉണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ വെച്ചൊരു പടം മനസ്സിലുണ്ട്. ആനെ കണ്ടാൽ അറിയാൻ മേലേ ഏതാ എനാന്ന്, ബീഹാറിയാണോ? പിന്നീട് അറിഞ്ഞു പലപ്പോഴും നമ്മുടെ പേരുള്ളത് കൊണ്ട് പടവും ഡിസ്ട്രിബ്യൂട്ടർ പോലും എടുക്കണമെന്നില്ല. അധികം ഓടാത്ത ഒരു ചരക്കായിട്ട് ചില ആളുകളെ പഴയ നടന്മാരെയോ നടിമാരെയോ കാണുന്ന ഒരു കാലം ഉണ്ടിപ്പോൾ. ഉയർന്ന ശമ്പളവും മികച്ച കരിയറുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Join Axions. Get trained, get placed. ആനയോടുള്ള ഇഷ്ടം അവിടെ തുടങ്ങുന്നതാണ്. അങ്ങനെ തുടങ്ങുന്നത്. അതിപ്പോൾ നമ്മൾ 3 ആന വരെ ആക്കി. അത് ഒന്നെന്നുള്ളത് 3 ആന വരെ ആക്കി. ശേഖരൻ, ഗജേന്ദ്രൻ, പിന്നെ ഒരാനയും കൂടെ ഉണ്ടായിരുന്നു, രാജഗോപാലൻ. ഇതൊക്കെ പിന്നെ മറ്റുള്ളവർ കൊടുത്ത എന്താണ്? ഈ പ്രത്യേകിച്ച് ഗണപതിയൊക്കെ ഇപ്പം മംഗലാം എന്നാണ് അറിയപ്പെടുന്നത്. അതൊക്കെ എന്താ അങ്ങനെ കൊടുക്കാൻ കാരണം എന്താണ്? കൊടുക്കാൻ കാരണം ഗണപതി ഒരു അസുഖക്കാരനാണ്. ഗണപതി ആന കണ്ടാൽ നല്ല യോഗ്യനാണ്, ഒന്നും കുഴപ്പമില്ല. അവനെ കൊണ്ടൊരു തടി വലിപ്പിച്ചാൽ പിന്നെ അവൻ 2 ദിവസത്തേക്ക് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കും. സറ എന്ന് പറയുന്ന സൂക്കേടത്. അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അത് ഡോക്ടർ പണിക്കർ എന്ന് പറഞ്ഞ തൃശ്ശൂരുള്ള വെറ്ററിനറി സർജൻ, അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലാകും മാറിയത്. ഈ ഇവരുടെ ആയിരുന്നല്ലോ പോപ്സൺ, അവരുടെ ആയിരുന്നു ആന. അത് കണ്ടമാനം പണിത് അങ്ങനെയാണ്. അത് കാരണം നമുക്ക് ഇവിടെ പണി എടുക്കാതെ ആനയെ പോറ്റാൻ പറ്റുകയില്ല. വർഷക്കാലത്ത് അല്ലെങ്കിൽ ഈ സീസണിൽ, എഴുന്നള്ളിപ്പ് സീസണിൽ കിട്ടുന്ന കാശും അതിനപ്പുറം മുടക്കിയാലേ ഈ ഓഫ് സീസണിൽ ആന നിലനിൽക്കൂ. തീറ്റ, ഇത് എല്ലാം, ആനക്കാരുടെ ശമ്പളം, പിന്നെ ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ്, കയ്യും മെയ്യും അറിയാതെയുള്ള ട്രീറ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കൊടുക്കാം, അതാ ഭേദം. നമുക്കിങ്ങനെ കേവൻ ആനയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇഷ്ടംമാതിരി ആളുകൾ അങ്ങനെ മംഗലാംകുന്ന് അവർ വന്ന് നമ്മൾ വാങ്ങിയേക്കായാലും 1 രൂപ കൂടുതൽ കിട്ടി. 1 ലക്ഷം അന്ന് അതൊക്കെയാണ്. ഇപ്പോൾ എത്ര ആനയുണ്ട് നിലവിൽ? ഇപ്പോൾ ഒരാനയേ ഉള്ളൂ, ശേഖരം മാത്രം. അത് ഈയിടെ വേറെ ഒരാളെ ഏൽപ്പിച്ചു നോക്കാനായിട്ട്. നേരത്തെ ഈ എലിക്കുളത്ത് ഒരാളായിരുന്നു. എലിക്കുളം എന്ന് പറഞ്ഞാൽ പൊൻകുന്നടുത്ത് ശ്രീജിത്ത്. 10-20 വർഷമായിട്ട് അങ്ങനെ ആയിരുന്നു നോക്കിയിരുന്നത്. പാട്ടത്തിന് പോവുകയും അങ്ങനെയൊക്കെ. ഒന്ന് മാറ്റി നോക്കാൻ ഉദ്ദേശിച്ച് ഇപ്പോൾ കാളിയാർ മഠം, തുറവൂര്, ചാത്തൻ സേവയൊക്കെ ഉള്ള ആളുകൾ ഇഷ്ടംമാതിരി കാശാണ്. അവർ മോഹവില പറഞ്ഞതുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് പാട്ടത്തിന് കൊടുത്തു. 1 വർഷത്തേക്ക് കൊടുക്കാൻ മേല, വിൽക്കാൻ മേലിപ്പം 1 വർഷത്തിന് 1 വർഷത്തേക്ക് ഒരു സീസൺ. എനിക്കൊന്ന് ജയറാം ഇവിടുന്നല്ലേ ഒരു ആനയെ കൊണ്ടുപോയി? ഉണ്ടായിരുന്നു. ഇവിടുന്നല്ലേ വാങ്ങിച്ചത്? അല്ല, ഇവിടുന്നല്ല. വേറെ ഒരു രവി എന്ന് പറഞ്ഞൊരു കൊല്ലത്തര എഞ്ചിനീയർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച്. മോഹനൻ എന്ന് പറയുന്ന ആന. ചേട്ടനാണോ അതിന് സജസ്റ്റ് ചെയ്തത്? അങ്ങനെയൊന്നുമില്ല. ആ ആനയെ ഞങ്ങൾ പോയി കണ്ടതാണ്. ഞങ്ങൾ വേണ്ടെന്ന് വെച്ച ആനയാണ്. അതിൻ്റെ ഈ തലക്കുന്നിയിൽ, തലഭാഗത്ത് ഉള്ള രോമകൂപങ്ങളിൽ ഇങ്ങനെ പൊടിയുന്നുണ്ട്, രക്തം പൊടിയുന്നുണ്ടായിരുന്നു ഞങ്ങൾ കാണുമ്പോൾ. അപ്പോൾ അതിനെന്തോ അസുഖമാണ് ഞങ്ങൾ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ആയുസ് കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് നോക്കി കണ്ടറിഞ്ഞവർ മേടിക്കുകയില്ല. അറിയാത്ത ആളുകൾ നല്ല യോഗ്യനാണ്, നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്, ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുമില്ല. ഒരാളെ ഓടിക്കലോ അല്ലെങ്കിൽ ആനക്കാരനെ തട്ടിയിട്ട് പോലും ഒന്നുമില്ല. അപ്പോൾ ജയറാം പോയി കണ്ടപ്പോൾ ഇഷ്ടമായി. രവി എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു. അത് ജയറാമിൻ്റെ തല വെച്ചു. കുറച്ച് നാളത്തേക്ക് ജയറാം ആനയൊന്നും പോറ്റാൻ പറ്റില്ല. മദ്രാസ് കിടക്കുന്ന ഒരാൾ ഈ ആന അവിടെ വളർത്താനൊക്കെ, മദ്രാസ് ടൗണിൽ ജീവിക്കുന്ന ഒരാൾ. ഇവിടെ തൃശ്ശൂർക്കാർ ഇഷ്ടംമാതിരി ആനയെ നോക്കുന്നു, പാട്ടത്തിനെടുക്കുന്ന ആളുകളല്ലേ, പാട്ടത്തിന് കൊടുത്തു. അത് വേണ്ട രീതിയിൽ ആനയെ നോക്കുന്നുമില്ല. അങ്ങനെ ഇയൊക്കെ എന്തെങ്കിലും കൊടുക്കും, ആനയുണ്ടെന്ന് പറയാം. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ എനിക്കങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പിന്നെ ആന നോക്കാതെ, എന്നാലും ഒരു 60 വയസ്സിന് കഴിഞ്ഞിട്ടാണ് മരിച്ചത്, ചെരിഞ്ഞും പോയത്. ആന മരിച്ചാൽ ചെരിയുക എന്നാണ് പറയുന്നത്. ജയറാമിന് ആന ഉണ്ടായിരുന്നു. പിന്നെ പലരും സുരേഷ് ഗോപിയൊക്കെ ആന മേടിക്കണം, ഗുരുവായൂർ നടയിരുത്തണം, അങ്ങനെയൊക്കെ പ്ലാനുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്.
ചെയ്തതായിട്ട് അറിയാൻ മേല. ചേട്ടൻ്റെ തുടക്കത്തിൽ നല്ല കഥാപാത്രങ്ങളൊന്നാണ് മറ്റേ സിബി മലയിൽ AK ലോഹിദാസിൻ്റെ തനിയാവർത്തനം എന്ന് പറയുന്നത്. ചെറിയ വേഷം ശ്രീധരൻ എന്നാണ് ഭ്രാന്തൻ. ശ്രീധരൻ മാമ. എങ്ങനെയാണ് സിബിയിലേക്കും ലോഹിദാസിലേക്കും അവനെ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? അത് ഈ അമൃതംഗമേ കണ്ടിട്ട് എന്നെ സിബി വിളിക്കുകയത്. അത് അമൃതം ഷൺമുഖനാണ് വിളിക്കുന്നത്. ഷൺമുഖം എന്ന് പറയുന്നത് അതെ പ്രൊഡക്ഷൻ കൺട്രോൾ. ഒരു ഫോണും ഒരു മുറിയും കൊടുത്താൽ മതി. പുള്ളി ആർട്ടിസ്റ്റ് ആരാ പറഞ്ഞാൽ മതി. പുള്ളി വിളിച്ചെല്ലാം സിനിമ റെഡി എന്നാ തുടങ്ങണ്ടേ ചോദിച്ച് തുടങ്ങണം. അങ്ങനെയാണ് ഒരു കഴിവുള്ള ആളാണ് അദ്ദേഹമാണ് സിബിക്ക് വേണ്ടിയിട്ട് വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വിളിച്ചിട്ട് സിബിയുടെ കൊടുത്തു ഫോൺ. അപ്പോൾ ചേട്ടാ ഇങ്ങനെയൊരു, അപ്പോൾ അതിനു മുമ്പ് സിബിയുടെ ഒരു പടം മുത്താരംകുന്ന് PO എന്ന് പറഞ്ഞൊരു പടം കാണാൻ ഞാൻ മദ്രാസിലുള്ളപ്പോൾ പോയിട്ടുണ്ട്. അത് എനിക്ക് നല്ലൊരു വർക്കായിട്ട് എനിക്ക് തോന്നി. മുകേഷാണ് മെയിൻ ഗുസ്തിക്കാരനായിട്ടൊക്കെ. കോമഡിയാണ് നന്നായിട്ട് ഇത്. അപ്പോൾ സിബിയുടെ പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമായിരുന്നു. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ തനിയാവർത്തനത്തിൽ ഇങ്ങനൊരു വേഷമുണ്ട്, മറ്റേ ഇത് കണ്ടിട്ടാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലുള്ള ക്യാരക്ടർ എന്നുള്ളതല്ല, അത്ര ലെങ്തി ഒന്നും അല്ലെങ്കിൽ നോട്ടബിൾ ക്യാരക്ടറാണ് ഞാൻ ചെയ്യാം. മമ്മൂട്ടിയാണ് ഹീറോ, ഇന്നസെൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിനിടയ്ക്കാണ് സ്വാതി തിരുനാൾ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ 4 ദിവസം 5 ദിവസം എനിക്കുള്ളൂ. മണ്ണാർക്കാട്, പാലക്കാട്. അതിൻ്റെ ഷൂട്ടിങ്ങിന് ഈ അവസാന ദിവസം അവിടെ നിന്നിട്ട് രാത്രി നമ്മൾ കാറിൽ വന്നാണ് ഈ ഷൂട്ടിങ് ഇവിടെ ഈ ട്രിവാൻഡ്രത്ത് സ്വാതി തിരുനാളിൽ ജോയിൻ ചെയ്യുന്നത്. ഇന്നത്തെ അന്ന് തിരക്കായിരുന്നു. നമുക്ക് ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ, അങ്ങനെ വീട്ടിൽ പോലും വരാൻ പറ്റാത്ത തിരക്കുള്ളായിരുന്നു കാലം ഉണ്ടായിരുന്നു. ഈ വില്ലൻ വേഷങ്ങളിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ക്രൗര്യത അല്ലെങ്കിൽ ഇപ്പം ബാലങ്കേ നായരുടെയോ അല്ലെങ്കിൽ പിന്നെ TG രവിയുടെ പോലുള്ള അത്തരം കാര്യങ്ങളൊന്നും അല്ല. ഇപ്പം നിറക്കൂട്ടിലെ സൗമ്യനായ ഒരു വില്ലനാണ്. അതെ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ജാഗ്രതയിലെ വില്ലനെ നമ്മൾ നോക്കിയാൽ അഡ്വക്കേറ്റ് ജനാർദ്ദനൻ. ബേസിക്കലി അദ്ദേഹം വളരെ സൗമ്യനായ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിൽ പ്രതിനായകൻ അങ്ങനെയാണ്. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ വരുമ്പോൾ ചേട്ടനെ തന്നെ തേടി വരുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ? അതെ. അപ്പോൾ ആ K. മധുവിൻ്റെ തന്നെ ആ പടത്തിലാണ്, നല്ല പടമാണത് ജാഗ്രത എന്ന് പറയുന്നത്. കുറിപ്പിൻ്റെ ഒരു സീക്വലായിട്ട് വന്നൊരു പടമാണത്. അതിലേക്ക് വിളിച്ച പ്രത്യേകം എല്ലാം കാരണം പറഞ്ഞിരുന്നു അദ്ദേഹം? ഒന്നുമില്ല, കാരണം ഈ ഒരേ പാറ്റേണിൽ എടുക്കുന്ന ആളുകളാണല്ലോ ജോഷി സാറും K. മധുവും. അങ്ങനെ ജോഷി സാറിൻ്റെ പടത്തിൽ നമ്മളെ കാസ്റ്റ് ചെയ്യുന്നുള്ളത് അറിയാം. പിന്നെ ഈ ഡെന്നിസ് പറഞ്ഞറിയാം മധു എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, സാറിനെയൊക്കെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്താണ് കേട്ടോ ഞാൻ കാണുന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മധുവേ. ഡെന്നിസിൻ്റെ ആ ഒരു പ്രായമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ആ ഒരു ബന്ധം ഇപ്പോഴും. ഇപ്പം ഈ KSFDCയുടെ ചെയർമാനാണ് അദ്ദേഹം, ഞാൻ അതിലൊരു മെമ്പറാണ്. അപ്പം നമ്പൂരി സാറേ എങ്ങനെയാണ് നമ്പൂരി സാർ എന്നൊക്കെ എന്നെ വിളിക്കുള്ളൂ. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ. എങ്ങനെയാ അപ്പോൾ അതങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ പുള്ളി ചെയ്ത്തും കാര്യങ്ങളും ഒന്നും നടക്കില്ല. ഈ പറച്ചിലേ ഉള്ളൂ അവിടെ മീറ്റിങ്ങിൽ. ഓരോ ഫണ്ടില്ലാതെ വല്ലതും നടക്കുമോ? അപ്പോൾ അതിൽ വിഷമിച്ച് പോകുന്ന ആളുകളാണ് ഇതുപോലെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പലരും. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് തയ്യാറായി വരുന്ന ആളുകൾക്ക് ചെയ്യാനുള്ള ഇതില്ല, ഫണ്ടിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അപ്പോൾ അങ്ങനെ ഉന്തിത്തള്ളി മുമ്പോട്ട് പോവുകയാണെന്ന് അർത്ഥം. ആ ജാഗ്രതയിലേക്ക് അങ്ങനെയാണോ വരുന്നത്? ജാഗ്രത കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ SN സ്വാമിയും മധുവായിട്ട് രണ്ടുപേരെ അറിയാം എനിക്ക്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത് ജാഗ്രതയിലേക്ക്. പിന്നെ അടിക്കുറിപ്പ് എന്ന് പറഞ്ഞൊരു പടം മധുവിൻ്റെ വേറെ 2-3 പടങ്ങൾ. അതിനകത്തൊരു അഡ്വക്കേറ്റ് ആയിട്ടാണ് അടിക്കുറിപ്പിലും. അതെ. ശകലം കോമഡിയൊക്കെ അല്പം ഹ്യൂമറൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. പടങ്ങൾ ഒത്തിരി അങ്ങനെ. പക്ഷേ ചേട്ടൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അറിയാമോ? ഇപ്പോൾ നമ്മൾ തന്നെ ഈ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഭാഗമാകുമ്പോൾ തന്നെ സമാന്തര സിനിമകളുടെ പത്മരാജൻ അവരുടെ ഒരു സമാന്തര സിനിമകളുടെ ഭാഗമായിരുന്നു. ഒപ്പം തന്നെ ഗൗരവമുള്ള സിനിമ. ഇപ്പോൾ അടൂർ സാറിൻ്റെ 3 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ മതിലുകളിലുണ്ട്, വിധേയനിലുണ്ട്, കഥാപുരുഷനിലുണ്ട് അല്ലേ? പിന്നെ സാറുമായിട്ടുള്ളൊരു സൗഹൃദം അങ്ങനെയാണ്. അടൂർ ഇങ്ങനെയാണ് ഇത്. പുള്ളി ആദ്യത്തെ സിനിമയിൽ പോയി കണ്ട് പക്ഷെ നടന്നില്ല എന്ന് പറഞ്ഞു. അത് നടന്നില്ല. അതൊന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല. ഞാൻ പിന്നെ അദ്ദേഹത്തിനോട് പറയുമ്പോഴാണ് പണ്ട് ഞാൻ വന്നിട്ടുണ്ട് സാറിൻ്റെ വീട്ടിൽ സാറിനെ കാണാനായിട്ട്. എന്തിന് അല്ല റോള് ഉദ്ദേശിച്ചു എന്നോട് ഇന്ന ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അന്ന് അത് അന്നേരം പറ്റുകയില്ല എന്ന് പറഞ്ഞില്ല, വിവരം അറിയുക. അങ്ങനെയൊക്കെയാണല്ലോ സിനിമയിൽ. ഫോൺ നമ്പർ വേണമെങ്കിൽ മേടിച്ച് വയ്ക്കുമായിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടിയില്ല അത്. അപ്പം ഏത് പടമാണെന്ന് ഞാൻ ഓർക്കുന്നില്ലല്ലോ ബാബു എന്നല്ല, ബാബു മമ്പൂരി എന്ന് മുഴുവൻ അങ്ങ് പറയും പുള്ളി. അത് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ബാബു മമ്പൂരി. അപ്പോൾ പുള്ളിക്കൊരു സെറ്റപ്പുണ്ട്. ശിവൻ ചേട്ടൻ മംഗള രവിവർമ്മ. അതെ. ഈ സ്ക്രിപ്റ്റ് തരികയില്ല.
എന്ന് പറഞ്ഞാൽ സ്റ്റോറി എന്തെന്ന് നമുക്ക് പറയില്ല. അപ്പോൾ അദ്ദേഹം എന്ത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്നു അത് നമ്മുടെ മുഖത്ത് വരണം, നമ്മുടെ ഡയലോഗിലും വരണം. അങ്ങനെയാണ്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. സ്റ്റോറി അറിയാതെ അഭിനയിക്കുക, ക്യാരക്ടർ എന്താണ്. അദ്ദേഹത്തിന് മാത്രമേ ക്യാരക്ടർ അറിയാവുള്ളൂ. അതാണ് കുഴപ്പം. അതല്ലാണ്ട് ശീലിച്ച ആളുകൾക്ക് ഇപ്പോൾ ഈ 1-2 പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിയുടെ ട്രാക്ക് നമുക്ക് മനസ്സിലായി, ഇത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെ. ഈ വിധേയനിലൊക്കെ ഇത് കഥാപുരുഷനിലൊക്കെ അഭിനയിക്കുമ്പോൾ ഗാന്ധിയെ കൊന്നു അങ്ങനെയല്ലേ ഒരു സംഭവമില്ലേ? ഗാന്ധിയെ വെടിവെച്ച് കൊന്നെന്ന് എൻ്റെ ദൈവമേ. അത് പുള്ളി കാണിച്ചു തരും. അതുപോലെ ചെയ്യണമെന്നല്ല, അതാണ് അതിൻ്റെ പാറ്റേൺ. അപ്പോൾ പിന്നെ അങ്ങനെ നമുക്ക് പെട്ടെന്നത് ഒന്നും അറിയാൻ മേലെയും ഒരു ബേലൂച്ചാരെന്നാണ് ആ കാരൻ്റെ പേര്. കൊച്ചിനെ കളരി കൊണ്ടുപോവുക, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുക, അവിടുത്തെ ഒരു കാര്യസ്ഥൻ. അങ്ങനെ ഇവിടെയും കാര്യസ്ഥൻ ഉണ്ടായിട്ടുണ്ട്. എന്നെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഒരാളുണ്ടായിരുന്നു, പി എന്ന് പറയുന്ന ആൾ. അല്ല അതപ്പം ആ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് അവിടെ. അല്ല, ഞാനിവിടെ ശ്രദ്ധിക്കട്ടെ, പിന്നെ ആ കഥാപുരുഷനിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഫോട്ടോ മാത്രമേ വീട്ടിൽ ഞാൻ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണല്ലേ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ. പിന്നെ അതൊരു നല്ല വേഷമാണ് അതിനകത്തുള്ള കഥാപുരുഷനിലെ. നല്ല വേഷമല്ലേ? എനിക്ക് ക്രിറ്റിക്സ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ഒരു കഥകളിയിലേക്കും മുമ്പ് പഠിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കഥകളിയിലൊരു വീണ്ടും പിന്നെ അരങ്ങേറ്റം കുറിക്കുന്നതിൻ്റെ ഒരു വാർത്തകളൊക്കെ അടുത്തിടെ വന്നത്. അപ്പം കഥകളിയായിട്ടുള്ള സ്നേഹം എങ്ങനെ വരുന്നതാണ്? ദേവമാതാ കോളേജ് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വെക്കേഷൻ മഴക്കാലത്ത് സാക്ഷാൽ കലാമണ്ഡലം കൃഷ്ണൻ നായർ ആശാൻ ഇവിടെ വരുമായിരുന്നു. തറവാട്ടിൽ ഔട്ട് ഹൗസിലാണ് താമസം. കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് സൗന്ദര്യപ്പണക്കം. രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ട്, കല്യാണം കുട്ടിയമ്മ. അപ്പം പെട്ടിയെടുക്കുകയായി. മിക്കവാറും ഇങ്ങോട്ടാണ് വരുന്നത്. അതായത് അച്ഛന് ആശാൻ്റെ ഒരു ശിഷ്യസ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാൽ കഥകളി വേഷം കെട്ടിയിട്ടല്ല, കഥകളി കാണാൻ പഠിപ്പിക്കുക, മുദ്രകൾ പഠിപ്പിക്കുക. അതാണ് കഥ പറഞ്ഞിട്ട് അതിൻ്റെ മുദ്രകൾ ഇന്നയാണ്. അങ്ങനെയൊക്കെ ഇവിടെ താമസിക്കുന്ന കാലഘട്ടത്തിൽ മുഴുവൻ അച്ഛനും പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടുണ്ട് പഴയടം മോഹൻ എന്ന് കേട്ടിട്ടില്ലേ? മോഹൻ്റെ അച്ഛൻ. അത് തന്നെ അദ്ദേഹം അച്ഛൻ ദാമോദരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പഴയടം എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം അവർ 2 ദിവസം സ്വന്തം കുടുംബത്തിൽ താമസിച്ചു കഴിഞ്ഞാൽ 3-ാം ദിവസം ഇവിടെ വരും പഴയടം. ഇവർ തമ്മിൽ അത്ര ക്ലോസാണ്. ഇവർ രണ്ടുപേരുമാണ് പഠിക്കുന്നത്, കഥകളി കാണാൻ പഠിക്കുക. അപ്പോൾ ആ കഥകളി കാണാൻ പഠിക്കലും പിന്നീട് എവിടെയൊക്കെ കൃഷ്ണനായരാശാനുണ്ടോ അവിടെയൊക്കെ ഇവർ പോകും കഥകളി കാണാൻ. അത് കോട്ടയ്ക്കൽ വരെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഒരിക്കൽ. എനിക്ക് ഇത് മുഴുവൻ കാണാൻ പറ്റി. ഞാൻ കിടന്നുറങ്ങും. അച്ഛൻ്റെയോ ഈ ദാമോദരൻ ചേട്ടൻ്റെയോ മടിയിൽ വലിയ വേഷം വരുമ്പം അലർച്ചയും ബഹളവും കേട്ട് ഉണരും. അതൊക്കെയാണ് ഇഷ്ടം നമുക്ക്. അപ്പോൾ ഇത് ആ ഒരു അസോസിയേഷനും ആ ഒരു രീതിയും കണ്ടിട്ട് കഥകളിയിലെ വേഷത്തിൻ്റെ ഒരു ഭംഗി, അങ്ങനെയാണ് കഥകളിയിലേക്ക് ആഭിമുഖ്യം വരുന്നത് നമുക്ക്. അപ്പോൾ കഥകളി പഠിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്നുള്ള ഇത് ജോലി കിട്ടിയതിന് ശേഷം അപ്പം രാമൻകുട്ടിയാശാൻ്റെ കൂടെ ഇവിടെ കലാമണ്ഡലത്തിൽ പഠിച്ചിരുന്ന രാമൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഈ മോനപ്പള്ളിക്ക് ആലപുരം. അദ്ദേഹം ഇവിടെ ഒന്ന് താമസിച്ച് ഔട്ട് ഹൗസിൽ താമസിച്ച് വേറൊരു ഔട്ട് ഹൗസ് ഉണ്ട് കുറച്ച് പഴയത്. അവിടെ വലിയ ഹാളുണ്ട്. ഹാളിലാണ്, അവിടെ വെച്ചാണ് ചവിട്ടി തിരുമ്മലും പരിപാടിയും ഒക്കെ. ഒരു 3 മാസം 2 മാസം അത് അയ്യോ നമ്മൾ വിഷമിച്ച് പോകുമെന്ന് പറഞ്ഞാൽ റെസ്റ്റില്ല. വെളുപ്പിന് 3 മണിക്ക് എണീറ്റാൽ കണ്ണ് സാധകം, കണ്ണിൽ ഉരുക്ക് നെയ്യ്, അത് ഓരോ ഡ്രോപ്പ് ഇറ്റിച്ചിട്ട് കേട്ട് ഇങ്ങനെ പിടിക്കണം കണ്ണ് ഇങ്ങനെ. എന്നിട്ട് ആശാൻ ഇങ്ങനെ കൈ കാണിക്കും, ആ കയ്യെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോകണം. ഇങ്ങനെ വട്ടത്തിൽ. അത് കണ്ണ് സാധകം അങ്ങനെയാണ്. കാല് സാധകം, കാലിൽ ഈ വായ്ത്താലി തൈ കലാശത്തിൻ്റെ അവസാനമൊക്കെ മിക്കവാറും അതാണ്. ഇങ്ങനെ ഇത് പിന്നെ അതിന് മുമ്പ് ഈ കളരിപ്പയറ്റിലെ അംഗങ്ങളെല്ലാം വെച്ചുള്ള ചാട്ടവും മറിച്ചിലും വേർക്കുക. പിന്നെ ഇത് ഒഴിച്ചിൽ ആശാൻ മുകളിൽ കയറി നിൽക്കുക നമ്മുടെ മുകളിൽ. പുള്ളി ഇങ്ങനെ പിടിക്കാനായിട്ട് ഇങ്ങനൊരു സാധനം ഉണ്ടാവും, കയറോ. എൻ്റെ കാലുകൊണ്ടാണ് ഒഴിയുന്നത്. അത് ശരീരത്തിലാസകലം
മുഖം മാത്രം കൈകൊണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ തളർന്നു പോകും. നമുക്ക് ഒന്നിനും കൊള്ളുകയില്ല. പിന്നെ ഉറങ്ങാൻ പറ്റുമോ? പകൽ ഉറങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ ഉച്ചയ്ക്ക് രാവിലെ പോയി ഇത് കഴിഞ്ഞിട്ട് കഞ്ഞിയോ എന്തെങ്കിലും കുടിച്ചിട്ട് പിന്നെ ഇരുന്ന് കൊണ്ട് അഭിനയമാണ്. ഇങ്ങനെ വിഷമിച്ചു പോകും. ഇവരൊക്കെ ഈ ഒളിച്ചോടിയതാണെന്ന് പറയുന്നത്. ഈ ഗോപിയാശാനും ഒക്കെ ഈ രാമൻകുട്ടി ആശാനും ഒക്കെ അവർ പഠിക്കുന്ന കാലത്ത് എന്നിട്ട് പിന്നെ പിടിച്ചോണ്ട് വരും. അങ്ങനെ പഠിപ്പിച്ച് ഇത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് യൂസ്ഡ് ആവും. അതിനുള്ള ക്ഷമ വേണം. ഞങ്ങൾക്കത് പറ്റിയില്ല. ഞാനും എൻ്റെ അനിയനും പഠിക്കാതെ ഈ KNR എന്ന് പറയുന്ന ആൾ, വേറെ 2-3 പേരുണ്ടായിരുന്നു, അവർ വിട്ടു. ഞങ്ങൾക്ക് വിടാൻ മേല. അച്ഛൻ എന്താ ചെയ്യുന്നത് അറിയില്ല. അങ്ങനെയാണ് കൈ കിട്ടുന്ന സാധനം വെച്ച് അടിക്കും. അങ്ങനെയാണ് കൊണ്ടുപോയത്. അങ്ങനെ പഠിച്ചതാണ്. അരങ്ങേറ്റത്തിന് സുഭദ്ര കേരളത്തിലെ ബലഭദ്രർ, ഞാൻ, അനിയൻ കൃഷ്ണൻ 1.5 മണിക്കൂർ അരങ്ങത്ത് ഉള്ള പെർഫോമൻസ്. അങ്ങനെ അത് നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ടായി. പിന്നെ നമുക്കറിയാവുന്ന പല സ്ഥലങ്ങളിലും ഉണ്ടായി. അപ്പോൾ നമുക്ക് ആഗ്രഹമായി. അങ്ങനെ പിന്നെ പരശുരാമൻ പഠിപ്പിച്ചു, രൗദ്രഭീമൻ അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ചിലതൊക്കെ പഠിപ്പിച്ചു ആശാൻ. അതൊക്കെ ഈ ജോലിയുടെ ഇടയ്ക്കാണ്. പിന്നെ സിനിമ കമ്പം കയറി സിനിമയിലേക്ക് വന്നപ്പോൾ കഥകളി പോയി, കയ്യിൽ നിന്ന് പോയി. അതിനൊക്കെ ശേഷം പിന്നെ ഒരു തിരിച്ചു വരാണ് ഇങ്ങനൊരു കുന്തിയൊക്കെ. മറ്റേ വേഷങ്ങളൊന്നും ഇപ്പം ചെയ്യാൻ പറ്റുകയില്ല. പെൺവേഷം കുന്തിയിലങ്ങനെ ഒരു ആട്ടത്തിനൊന്നും നിഷ്കർഷയൊന്നുമില്ല. അഭിനയം മതി, കലാശങ്ങളൊന്നുമില്ല. ഈ മുദ്രകൾ ശരിയായാൽ മതി. അതുപോലും ശരിയാവുന്നില്ല പലപ്പോഴും. അതുകൊണ്ട് പിന്നീട് കൊല്ലത്തായിരുന്നു ലാസ്റ്റ്, ഒരു 3 മാസം മുമ്പ്. ഇനിയില്ല ഈ പരിപാടി. കൃഷ്ണകുമാർ, കലാമണ്ഡലം കൃഷ്ണകുമാറായിരുന്നു ഓപ്പോസിറ്റ്, കർണൻ, ഞാൻ കുന്തി. പറ്റുകയില്ല. ഇയാൾക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ എന്ന് ആളുകൾ കൂടെ എന്തിനാ പറയിപ്പിക്കുന്നത് എന്ന് വെച്ച് വേണ്ടാന്ന് വെച്ചു. ചേട്ടൻ ഏറ്റവും ഹൃദയത്തോടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും? തങ്ങൾ. അത്ര ആത്മബന്ധമുണ്ട് അതിന്. അത്ര ഒരു ഇതുണ്ട്. കാരണം ആ സിനിമ കണ്ടപ്പോഴാണ് നമ്മളിത് നമ്മളാണല്ലോ ഇത് ചെയ്തത് എന്നൊരു തോന്നൽ നോക്കുമെന്ന്. കാരണം ടോട്ടൽ ആ കഥയിൽ, അതായത് തൂവാനത്തുമ്പികൾ കഴിഞ്ഞിട്ട് പേര് മുതൽ വളരെ പൊയറ്റിക്കല്ലേ, കാവ്യാത്മകമായൊരു പേരാണ് ആ പടത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ എല്ലാം അങ്ങനെയാണ്. അരപ്പട്ട കിട്ടിയ ഗ്രാമം എന്നോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ വെച്ചൊരു പടം മനസ്സിലുണ്ട് എന്ന് പറഞ്ഞു. അത് എന്നോട് പറയണമെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കണമല്ലോ ആ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ലോകർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണല്ലോ അതിൽ. അത് ഒരുപക്ഷെ ഇന്നത്തെ കാലത്തായിരുന്നു ആ ക്യാരക്ടർ ഞാൻ ചെയ്തതെങ്കിൽ എന്താ ഉണ്ടാവുക, ഭൂകമ്പമൊന്നും നമുക്കറിഞ്ഞൂടാ. പക്ഷേ ഈ വടക്കോട്ട്, തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് ഉള്ള ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യണം ആ ക്യാരക്ടർ തങ്ങളിനെ. പലരും പോസിറ്റീവായിട്ട് കണ്ട എനിക്ക് അപ്രീസിയേഷൻ പോകുമ്പോൾ തങ്ങൾ ചേട്ടാ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം ലോഡ്ജിൽ ആ വേഷം ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് പിന്നെ തോന്നിയോ? എനിക്ക് അത് വേണ്ടായിരുന്നു ആ പടത്തിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പം മറ്റേ അതിൻ്റെ ഡയറക്ടർ ഉണ്ടല്ലോ, മറ്റേ വി കെ പ്രകാശ് അല്ല, ട്രിവാൻഡ്രം ലോഡ്ജിൻ്റെ അല്ലേ, പ്രകാശാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. മറ്റേ അനൂപ് ഇയാളെ വിളിച്ച്, പപ്പേട്ടൻ്റെ മകനെ വിളിച്ച് ഞാൻ ഒരു ഉദ്ദേശിക്കുന്നുണ്ടോ, അങ്ങനെ കുഴപ്പമുണ്ടോ? ഇല്ല, ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് 2 സീനോ മറ്റോ ഉള്ളത്. അതിൽ പഞ്ചിങ് ഡയലോഗ് എന്ന് പറയുന്നത്, ആനയെ കണ്ടാൽ അറിയാൻ മേലെ പാപ്പാൻ ഏതിനമാണെന്ന്. അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള സ്ത്രീയാണെന്നുള്ളത് പറഞ്ഞിട്ട് ഇതെങ്ങനെയാണ് അറിഞ്ഞെന്നുള്ളത് മറ്റൊരു ക്യാരക്ടർ ചോദിക്കുമ്പോൾ, ആനയെ കണ്ടാൽ അറിയാൻ മേലെ ഏതാ എന്നെന്ന്, ബീഹാറിയാണോ? ആനെ കണ്ട പാപ്പാൻ അറിയാൻ മേലെ ഏതാ എന്നോന്ന്. അതുപോട്ടെ. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം. അങ്ങനെയൊക്കെ ചില ഡയലോഗ് വന്നു എന്നല്ലാണ്ട് ആ ക്യാരക്ടർ കാര്യമായിട്ട് അതിന് പ്രസക്തിയില്ല. ഒരുപാട് സിനിമ റെഫറൻസിന് വേണമെങ്കിൽ ചേട്ടൻ അനവധി കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ ഇന്ന തലമുറ ഒരുപാട് സംവിധായകരൊക്കെ വരുന്നുണ്ട്, ചേട്ടനെ ശ്രദ്ധിക്കുന്നില്ലെന്നൊരു തോന്നിയിട്ടുണ്ട്. അല്ല, നമുക്ക് ഈ തലമുറ മാറ്റമുണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് അംഗീകരിക്കാതെ പറ്റിയല്ല. എല്ലാത്തിലും ഉണ്ടത്, എല്ലാ കലയിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി ഇതെന്നുള്ള രീതിയില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരെ എന്തെങ്കിലും വിളിക്കുമ്പോൾ ചോദിക്കും, അഭിനയിക്കുന്ന ആളുകൾ തന്നെ, ഞാൻ ആളുടെ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ, ഇടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫോണൊന്ന് ശബ്ദിച്ചിട്ട് ഒത്തിരി കാലമായി എന്ന് പറഞ്ഞ ആളുണ്ട്. വീട്ടിലെ ഫോൺ, ലാൻഡ് ഫോണല്ല, കയ്യിലിരിക്കുന്ന ഫോൺ ശബ്ദിച്ചിട്ട് ഒത്തിരി കാലം എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് വിളിച്ചിട്ട് എത്രയോ കാലമായി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല, ഇതൊരു സർക്കിളാണ്.
ഇത് മലയാളത്തിൻ്റെ മാത്രം ഒരു കുഴപ്പമല്ല. തമിഴിലും തെലുങ്കിലും കന്നഡയിലൊക്കെ മറ്റെല്ലാ ഭാഷകളിലും ഉണ്ട്. പുതിയ പുതിയ ആളുകൾ വരുന്നു, പഴയ ആളുകൾ മാറി നിൽക്കുന്നു. ഇതെന്ന് വെച്ചാൽ പഴയ ആളുകൾ ഇല്ലാണ്ടാവുന്നില്ല. അവർ ചെയ്ത ചില ക്യാരക്ടറുണ്ട്, അത് ഇവരുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു കാലം കൂടെ വന്നേക്കാം. ഈ സർക്കിള് പൂർത്തിയായി കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞാലല്ലേ ഈ പറയുന്ന ആളുകൾക്കൊക്കെ അല്ലെ ഞങ്ങൾക്കൊക്കെ വേണ്ട പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് വിഷമമില്ല, വിഷമമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് മുമ്പ് വരും. അല്ലാണ്ടതാ 82-ലാണ് തുടങ്ങിയത് സിനിമാ ജീവിതം. 82-83 ഇങ്ങനെ അതെ, കാല ഇടതടവില്ലാ സിനിമകളുണ്ടായിരുന്നു. പക്ഷേ എനിക്കും 2014 ശേഷം ഒരു 3 വർഷം 17 മറ്റാണ് പിന്നെ സിനിമ വന്നത്. ആ ഒരു വലിയ ഗ്യാപ്പ് വന്നത് മനഃപൂർവ്വമാണോ അതോ മനഃപൂർവ്വമല്ല. നമ്മൾ എത്ര ചെറിയ വേഷമാണെങ്കിലും വിളിച്ചാൽ നമ്മൾ പോകാറുണ്ട്, ചോദിച്ചിട്ട് പോകാറുണ്ട്. പിന്നെ ഈ നാട്ടിൽ ഇവിടുന്ന് ഒത്തിരി ദൂരെ പോയി കിടന്ന് 3-4 ദിവസം ഒക്കെ ചെറിയ 2 സീൻ ചെയ്യാനായിട്ട് ഒക്കെ പോയി കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനിടയ്ക്ക് 1-2 സിനിമ നമ്മൾ ശമ്പളം കൂടുതൽ പറഞ്ഞിട്ട് വേണ്ട, മനഃപൂർവ്വം വേണ്ടാന്ന് വയ്ക്കാതെ പറ്റിയല്ല, ഒരു പ്രസക്തിയില്ല ചെയ്തിട്ട്. അവർക്കെന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും എൻ്റെ പേര് അതിൻ്റെ അകത്ത് വെച്ചുകൊണ്ട്. പക്ഷേ പിന്നീട് അറിഞ്ഞു പലപ്പോഴും നമ്മുടെ പേരുള്ളത് കൊണ്ട് പടം ഡിസ്ട്രിബ്യൂട്ടർ പോലും എടുക്കണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പം അധികം ഓടാത്തൊരു ചരക്കായിട്ട് ചില ആളുകളെ പഴയ നടന്മാരെയോ നടിമാരെയോ കാണുന്ന ഒരു കാലം ഉണ്ടിപ്പോൾ. ഈ ശമ്പള കാര്യത്തിലൊക്കെ നിർബന്ധ ബുദ്ധിയുണ്ട്. നമ്മൾ ചോദിച്ചു തന്നെ വാങ്ങിക്കും. നമ്മൾ ബുദ്ധിമുട്ട് കാശ് വേണം. അതെ, ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എത്ര ശമ്പളം വാങ്ങിച്ചു? ഒന്നുമില്ല, 50 രൂപ എനിക്ക് തന്നുള്ളൂ. ഒരു 50-ൻ്റെ നോട്ട്. യാഗത്തിൽ അഭിനയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ച സിനിമ ഏതായിരിക്കും? അയ്യോ, അങ്ങനെ പറയാൻ ഒക്കുകയല്ല. നിറക്കൂട്ടിലൊന്നും ഇങ്ങനെ അധികം പ്രതിഫലമൊന്നും ചോദിച്ചില്ല, തരുന്നും വാങ്ങിച്ചിട്ടുള്ളതേ ഉള്ളൂ. ജോഷി സാറിൻ്റെ അല്ലേ, അമൃതങ്ങമയ്ക്കില്ല 10 രൂപയോ 10,000 ആണ്, അത്രയൊക്കെ ഉള്ളൂ അമൃതങ്ങമയൊക്കെ. പിന്നീട് ജാഗ്രത പൈസ കിട്ടിയിട്ടുണ്ട്. അടൂർ സാറിൻ്റെ പടത്തിൽ നിന്ന് നമുക്ക് പരമാവധി 25,000 രൂപ. അതെല്ലാം കഴിയുമ്പോൾ ഒരു ചെക്ക് വരും. എല്ലാവർക്കും അങ്ങനെയാണ്. അതിൽ മാറും ആ ചെക്കൊക്കെ, കറക്റ്റ് ചെക്കായിരിക്കും. ആക്കോ എത്ര ഒന്ന് ഇതിലൊക്കെ നല്ല ആഹാര കാര്യങ്ങളിലാണോ, ഡീസൽ ആഹാരം. നമ്മൾ എത്ര വലിയ നടനാണെങ്കിലും നടിയാണെങ്കിലും ആ കിണ്ണം എടുത്തോണ്ട് പോയി ക്യൂ നിന്ന് വാങ്ങിക്കണം. മമ്മൂട്ടി ഞാനും ഒക്കെ അങ്ങനെയാണ് ചെയ്തത്. കിടക്കാനായിട്ട് അവിടെ ഒരു സ്കൂളിൻ്റെ ഡെസ്ക്, ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു ഡെസ്കിൽ ഞാൻ, അപ്പുറത്ത് മമ്മൂട്ടി ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ. അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല. അതിനിടയ്ക്ക് വേറെ ആരെങ്കിലും വന്ന് കഥ പറയുന്നൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. സാർ അറിഞ്ഞാൽ ഈ മമ്മൂട്ടിയെപ്പോലുള്ള ഒരാൾ പലപ്പോഴും വേറെ ആളുകൾ വന്ന് കഥ പറയും, പിന്നെ ഡേറ്റ് പറയാനായിട്ട്. അങ്ങനെ വരുന്നത് പോലും അടൂർ സാറിന് ഇഷ്ടമല്ല. ഏതെങ്കിലും ഒരു സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കണം എന്ന് തോന്നിയ ഏതെങ്കിലും ഒരാളുണ്ടോ? ഭരതൻ്റെ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരുടെയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭരതേട്ടൻ്റെ മാത്രം പറ്റിയിട്ടില്ല. നമ്മൾ വളരെ വർഷിപ്പ് ചെയ്യുന്നൊരു ഡയറക്ടറാണ് ഭരതേട്ടൻ. അത് പറ്റി അതൊരു നഷ്ടമാണ്, ഭയങ്കര നഷ്ടമായി പോയി. അധ്യാപകൻ, കഥകളി നടൻ, ഒരു സിനിമാ നടൻ, വളരെ സംതൃപ്തി നൽകുക മേഖല ഏതായിരിക്കാം ഏറ്റവും കൂടുതൽ? അധ്യാപകനാണ്. കാരണം നമ്മൾ എവിടെ ചെന്നാലും, ഏത് ക്രൗഡിൻ്റെ ഇടയ്ക്ക് ചെന്നാലും നമ്മളെ തിരിച്ചറിയുന്ന ഒരാളെങ്കിലും കാണും. കാണും. സർക്കാർ ഓഫീസിൽ കയറി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു ആദരവ്, ഒരു സ്നേഹം, ബഹുമാനം കാണിക്കില്ലേ, അതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേറെ ഒരു ഫീൽഡിലും ഇല്ല. വിവാഹം കുമാരി അന്തർജൻ, 3 പെൺമക്കൾ. അപ്പം ആ കുടുംബത്തെക്കുറിച്ചും കൂടി ഒന്ന് പറയാം അവസാനമായിട്ട്. 3 പെൺകുട്ടികളെ, മൂത്ത മോള്. മറ്റേത് വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അറേഞ്ച്ഡ് മാരേജ്. ഒരു 17 സ്ഥലത്തെങ്കിലും പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. ഒരു എലിജിബിൾ ബാച്ചിലർ ആയിരുന്നല്ലോ ഞാൻ. നാട്ടിൽ ജോലി, ആരോഗ്യം, വലിയ കുഴപ്പമില്ല. ഇവിടെ ഭൂസ്വത്തുകളുള്ളൊരു കുടുംബം. സുന്ദരൻ, സിനിമാ നടൻ. സുന്ദരനാണെന്ന് എനിക്കറിയാൻ പറ്റില്ല, ഏതായാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി ആലോചനകളൊന്നും നമുക്ക് ജോലി കിട്ടിയപ്പോൾ ഉടനെ തുടങ്ങി അച്ഛന് നമ്മളെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. അതിന് വിവാഹം കഴിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അത് ഒത്തിരി നാൾ ഞാനിങ്ങനെ ഇഷ്ടപ്പെട്ട പെൺകുട്ടികളുണ്ടെങ്കിൽ കൂടിയും വേണ്ടാന്ന് പറഞ്ഞു. കാരണം അന്ന് നടക്കാതിരിക്കാൻ അവിടെ എങ്ങനെ ഉണ്ടോ. അവസാനം മടുത്തു. ഞാൻ തന്നെയല്ല പോകുന്നത്. ആരെങ്കിലും ഒരാൾ ഈ നമ്മൾ കാണാൻ പോകുന്ന പെൺകുട്ടിക്ക് നടക്കുന്നതിൽ കുഴപ്പമുണ്ടോ, ഇരിക്കുന്നതിൽ കുഴപ്പമുണ്ടോ, വർത്തമാനം പറയുമ്പോൾ കൊഞ്ഞയുണ്ടോ, ഇതൊക്കെ നോക്കണമെങ്കിൽ വേറൊരാൾ വേണം. നമ്മൾ ചിലപ്പോൾ അവരെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൊണ്ടുവച്ചിരിക്കുന്ന ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ അടിയനാണ് പോകുന്നത്. എൻ്റെ സിസ്റ്ററെ മാറ്റിയതാണ് കൂടെ വരുന്നത്. ഈ പഴയടം മോഹനൻ്റെ ജ്യേഷ്ഠൻ. ഓ ശരി. അങ്ങനെ ആ കുടുംബമായിട്ടൊരു ബന്ധമുണ്ട്. അതെ. അപ്പം അങ്ങനെ 17-ാമത്തെയാണ് പിന്നെ ഇനി എന്തെങ്കിലും ആട്ടെ. എവിടെയായിരുന്നു അത്? അത് മാളയടുത്ത് കുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലം. വളരെ ഓർത്തഡോക്സ് കുടുംബമാണ്. അതിരാത്ര ആദ്യം നടന്ന അവിടെ യാഗം അവരുടെ അമ്പലത്തിലാണ്. അങ്ങനെ കുമാരിയെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, കാണുന്നു, വിവാഹം. സിനിമ നടനാണപ്പം? നാടക നടനായിരുന്നു അന്ന്. അന്ന് നാടക നടനായിരുന്നു. നാടകം കളിച്ച് നടക്കുന്ന ആളാണ് എന്നൊക്കെ ഇതുണ്ട്. ഒരു നമ്മളെക്കുറിച്ചേ എന്തെല്ലാം രീതിയിലുള്ള ഈ വഴി തെറ്റലുണ്ടാകാം നാടകത്തിലാണെങ്കിൽ അങ്ങനെയൊക്കെ പറയും. നാടകക്കാരനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയുള്ളതായിരുന്നു ഒരു പ്ലസ് പോയിൻ്റ്. അല്ലെങ്കിൽ ഈ കുമാരിയൊന്നും എനിക്കന്ന് തരികയില്ല, ജോലി ഇല്ലായിരുന്നെങ്കിൽ. നാടകം കളിച്ച് നടക്കുന്ന ആൾക്കേ അങ്ങനെ ഉണ്ടായി. 3 പെൺകുട്ടികൾ, മമത, മൃദുല, പ്രസീത, ഇങ്ങനെ 3 പേരാണ്. അതിൽ മമതയും പ്രസീതയും വിദേശത്താണ്. മമത കാനഡയിൽ, പ്രസീത മെൽബണിൽ, ഓസ്ട്രേലിയയിൽ. മൃദുല ഒരാൾ നമ്മുടെ അടുത്ത് വേണമല്ലോ, അതുകൊണ്ട് കൊല്ലത്തുനിന്ന് ഇപ്പോൾ കണ്ട ശ്രീകുമാർ ആണ്. പുള്ളിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ സമ്മതിപ്പിച്ച്, ജോലി അല്ലെങ്കിലും പുള്ളി കളഞ്ഞു. കണ്ടമാനം യാത്ര ചെയ്യണം, TVS-ലായിരുന്നു. അത് വേണ്ടാന്ന് വെച്ച് നമ്മുടെ കൂടെ. അപ്പോൾ ഈ ഇവിടുത്തെ കാര്യങ്ങൾ, ഇതിപ്പോൾ 1 ഏക്കർ സ്ഥലമുണ്ട്, പിന്നെ ഒരു 3 ഏക്കർ റബ്ബറുണ്ട്. റബ്ബർ വെട്ടണ്ടേ? അപ്പോൾ കൃഷി കൊണ്ടൊരു കാര്യമൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഈ റബ്ബർ കളയാണ്ട് ഒക്കില്ല. അതൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ടൊക്കെ ജോലിക്കാരുണ്ട് എന്ന് പറഞ്ഞ് ശമ്പളക്കാരല്ല, ആവശ്യത്തിന് പിടിക്കും. അങ്ങനെ ഒരു മാനേജ്മെൻറ്റൊക്കെ പുള്ളിക്കുണ്ട്. സംതൃപ്തമാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ? ഒരു കുഴപ്പമില്ല, സന്തോഷമാണ്. ഇപ്പം സിനിമയൊന്നും ഇല്ലെങ്കിലും നമുക്ക് വലിയ അതൃപ്തിയൊന്നുമില്ല. മാന്യമായ പെൻഷനുണ്ട്. പിന്നെ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. ഞങ്ങൾ മാത്രം ഇവിടെ ഇങ്ങനെ ചെറിയ കുടുംബം. എന്തെങ്കിലും സ്വപ്നമുണ്ടോ? സ്വപ്നം അങ്ങനെയല്ല. ഈ സ്വപ്നം ഏതാണ്ട് സാക്ഷാത്കാരമായി മിക്കവാറും സ്വപ്നങ്ങളൊക്കെ. സിനിമയിൽ അഭിനയിക്കണം, ഞാൻ പറഞ്ഞില്ലേ, അതെ, മറ്റിടത്ത് പൂനെയിൽ അഭിനയം പഠിക്കാൻ പോകാൻ ഇരുന്നു. അത് വേണ്ട, കൂടാണ്ട് കിട്ടി. അംഗീകാരങ്ങൾ കിട്ടി. കഥകളി വേഷം ചെയ്യണമെന്നുണ്ടായിരുന്നു, ചെയ്തു. അതും തിരക്കേടില്ല എന്നുള്ള റിപ്പോർട്ടുണ്ട്. പിന്നെ നാടകം, പിന്നെ ഈ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ അഭിനയിക്കണം. അതിൽ ഒരെണ്ണം മാത്രം. എല്ലാ ആഗ്രഹങ്ങളും തമ്പുരാൻ സാധിച്ചു തരികയല്ലോ. ഭരതനൊഴികെ ബാക്കി അന്ന് അറിയപ്പെടുന്ന ആളുകളുടെ എല്ലാം പടത്തിൽ അഭിനയിച്ചു. വേണ്ടപ്പെട്ട അറിയപ്പെടുന്ന നടീനടന്മാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നടിമാരൊക്കെ എൻ്റെ മാരേജിന് വന്നിട്ടുണ്ട് ചില നടിമാർ. ഇവിടെ വന്നിട്ടില്ല. പിന്നെ എന്താ, അതെ, ഒരു 1.5 കൊല്ലം 2 കൊല്ലം കൂടുമ്പം മക്കൾ വരും. ഇവിടെ ഒരു മാസമൊക്കെ താമസിക്കും. അത് കഴിഞ്ഞ് പോവും. അവർക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി കുട്ടികൾക്ക് അതായിരിക്കും ഇഷ്ടം. ഈ പുറം രാജ്യങ്ങളിൽ ഉള്ള ആളുകൾ കുടുംബസഹിതം താമസിക്കുന്ന അവരുടെ എല്ലാം കാര്യം അങ്ങനെയാണല്ലോ. അപ്പോൾ അത് നമ്മൾ വേദനിച്ചിട്ട് കാര്യമില്ല. അല്ല, ഇത് തന്നെയാണ് ഒരു കലാകാരനായിരിക്കുമ്പോഴും കുടുംബജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ, ഉള്ളതിൽ തൃപ്തിയുണ്ട്, സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. തുടർന്നും അങ്ങനെ ഒരു സമൃദ്ധമായൊരു ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു. വളരെ വളരെ സന്തോഷം.